السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاكرين الشاهدين، والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ما شاء الله لا قوة إلا بالله، ما شاء الله لا قوة إلا بالله، ما شاء الله لا قوة إلا بالله. صل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم، سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا الله يا واسع الكرم.
وعلى أمة سيدنا محمد اللهم صل وسلم وبارك عليه. ഏറ്റവും ബഹുമാനമുള്ള മുദരിസ് ഹസൻ ഉസ്താദ് അവர்கள், പ്രിയമുള്ള പണ്ഡിതന്മാർ, മുതഅല്ലിമീൻ, ബഹുമാനരായ ഈ മഹല്ലിന്റെ പ്രസിഡന്റ് ഹാജിയാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാറിയാതെ രോഗങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങൾക്കും പുണ്യമായ സുന്ദരമായ സദസ്സിന്റെ ബറകത്തുകൊണ്ട് അല്ലാഹു അർദി നൽകി സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ സദസ്സിലേക്ക് നമുക്ക് ഭക്ഷണം തന്നിട്ടുള്ളത് നമ്മുടെ മഹല്ല് പ്രസിഡന്റ് കൂടിയായ ഹാജിയാരുടെ വകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ധർമ്മത്തിന്റെ ഹദിയയുടെ സ്വഭാവം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ട ഭാര്യയുടെയും ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ലഭിക്കാൻ പടച്ചവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്, നമ്മുടെ നാടിന് ദീർഘകാല നേതൃത്വം നൽകാൻ അല്ലാഹു അദ്ദേഹത്തെ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പകലിൽ ഒരുപാട് ചുറ്റുപാടുകൾ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായി വന്ന നിങ്ങളോട് സുദീർഘമായ ഒരു ഭാഷണം നടത്തുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകളോട് സഹകരിക്കും. നാരിയത്ത് സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരി ഉംറക്ക് പോകുന്നു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ നല്ലൊരു സംഖ്യ ഈ സദസ്സിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട വിധത്തിൽ ഉംറക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ നിറഞ്ഞ ഇഷ്കോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ദിവസം പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇരു കൈകളും ഉയർത്തി ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ദുആ ചെയ്യുന്ന വിഷയം എന്താണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അയാൾ അല്ലാഹുവിനോട് വലിയ ഇഖ്ലാസോടുകൂടെ ഭക്തിയോടുകൂടെ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ, അല്ലാഹുവേ എന്നെ നീ ന്യൂനപക്ഷത്തിൽ പെടുത്തണമേ എന്നാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരന്റെ അരികിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണ്. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇരു കൈകളും ഉയർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇയാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ, പടച്ചവനെ എന്നെ നീ ന്യൂനപക്ഷത്തിൽ പെടുത്തണം, ചെറിയ വിഭാഗത്തിൽ പെടുത്തണം എന്നാണ് ദുആ ചെയ്യുന്നത്. സയ്യിദനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വലിയ ദേഷ്യമായി പോയി. ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ വേണ്ടി വലിയ പ്രയത്നം നടത്തുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടത്തെ മുമ്പിൽ വെച്ചാണ് പള്ളിയിൽ ഇരുന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ന്യൂനപക്ഷത്തിൽ പെടുത്തണമെന്ന് ദുആ ചെയ്യുന്നത്. ഈമാനുള്ള എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യം വരാൻ ഇതിലും വലിയ സംഗതി വേറെ എന്തെങ്കിലും വേണോ? ഇസ്ലാമിലേക്ക് ആളുകൾ വർദ്ധിക്കാൻ വേണ്ടി, മുസ്ലിംകൾ ഭൂരിപക്ഷമാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോ ആ
മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരുത്തൻ തന്നെ താൻ ന്യൂനപക്ഷത്തിൽ പെടണം, ചെറിയ വിഭാഗത്തിൽ പെടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുമ്പോ അതിന്റെ അർത്ഥം മുസ്ലിമീങ്ങളായ ആളുകൾ എണ്ണം കുറയണമെന്നല്ലേ ഇയാൾ പറയുന്നതിന്റെ അർത്ഥം എന്ന് വിചാരിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് ദേഷ്യത്തോടെ ചെല്ലുകയാണ്, ഒരു വടിയും എടുത്തുകൊണ്ട്. എന്താണോ നീ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ദുആ ചെയ്യുന്നത് ന്യൂനപക്ഷത്തിൽ പെടണമെന്നോ? യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ വർദ്ധിക്കാൻ വേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുമ്പോ, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുമ്പോ നീ മുസ്ലിമീങ്ങളെ ന്യൂനപക്ഷമാകാൻ വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, മുസ്ലിമീങ്ങളിൽ ന്യൂനപക്ഷമാകണമെന്നല്ല ഞാൻ ദുആ ചെയ്തത്, മറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഖലീലം മാ തശ്കുറൂൻ. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്ന ആളുകൾ, ഉടമയായ രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്ന ആളുകൾ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ച് അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ആളുകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി അംഗീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഈ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്ന ആളുകൾ കുറവാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ഖലീലം മാ തശ്കുറൂൻ. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ വിരളമാണെന്ന് ഈ യജമാനൻ തന്നെ പഠിപ്പിച്ചപ്പോ, ആ നന്ദിയുള്ള ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ ആ ചെറിയ നന്ദിയുള്ള വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിൽ പെടണമെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തു പോയതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ചെറുപ്പക്കാരൻ അടിക്കാനും എടുത്തിരുന്ന വടിയങ്ങ് തായിട്ടിട്ട് പറഞ്ഞു, മോനെ, തെറ്റുപറ്റിപ്പോയി, വിചാരിച്ചത് തെറ്റായി പോയി, ഈ ഉമറിനും വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ. ഈമാനുള്ള മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ആമുഖമായി തന്നെ ഈ ഒരു വിഷയം എന്തിന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നുവെന്നോ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ വളരെ വിരളമായി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ഞാനും നിങ്ങളും. ഇന്നലെ വൈകുന്നേരമായി ഈ സമയമാകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കഴിഞ്ഞു പോയ ഓരോ മണിക്കൂറുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 99% നമ്മുടെ സമയവും നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? ഈ ദുനിയാവിൽ സുഖിക്കാനും രസിക്കാനും സന്തോഷിക്കാനും വേണ്ടിയാണ്. ഈ ദുനിയാവ് സന്തോഷവും റാഹത്തും സുഖവും ഉള്ളതാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയല്ലേ ഇന്നലത്തെ 24 മണിക്കൂർ ഞാനും നിങ്ങളും ചെലവഴിച്ചത്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യഭൂതവർഗങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്, പടച്ചിട്ടുള്ളത് യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണെന്ന് മുഅ്മിനീങ്ങളെ രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളായ ഞാനും നിങ്ങളും ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിന് വേണ്ടിയാണോ? അതല്ല ദുനിയാവിലെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണോ നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മൾ ചെലവഴിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞത്, തങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞുവല്ലോ, ഖലീലം മാ തശ്കുറൂൻ. രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്ന ആളുകൾ അത് വളരെ വിരളമാണ്.
നിത്യജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തന്ന ഓരോ സുഖ സൗകര്യങ്ങളും ആലോചിച്ചു നോക്കൂ നിങ്ങൾ. സഹോദരന്മാരെ, ഫലസ്തീനിലെ മുഅ്മിനീങ്ങളെ കാര്യം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. കൊടുക്കാനും ഉണ്ണാനുമില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ ഒരു വിറ്റ് വെള്ളം പോലും കിട്ടാതെ ദാഹിച്ചവശരായി പടഞ്ഞു മരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മുകളിൽ ക്രൂരന്മാരായ ശത്രുക്കൾ മിസൈലുകൾ വർഷിപ്പിച്ചുകൊണ്ട് അവരെ അതാ വധിച്ചു കളയുമ്പോ അതേ മുസ്ലിമീങ്ങളായ ഞാനും നിങ്ങളും, അവരുടെ സഹോദരന്മാരായ ഞാനും നിങ്ങളും ഇവിടെ തിന്ന് കുടിച്ച് സന്തോഷിച്ച് സുഖിച്ച് രസിച്ച് ജീവിക്കുമ്പോ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ വന്നാൽ മുമ്പുള്ളൊരു 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ, ശേഷമുള്ളൊരു 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. വെള്ളിയാഴ്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിലേക്ക് നേരത്തെ വരുന്ന പുണ്യം എത്രയോ കാലങ്ങളായി ഞാനും നിങ്ങളും വഅദ് കേൾക്കുന്നുണ്ട്. പക്ഷേ ആ വഅദൊന്നും നമുക്ക് വിഷയമല്ല. എത്രയോ കാലങ്ങളായി വഅദ് കേൾക്കുന്ന ഞാനും നിങ്ങളും ആ ബാങ്ക് കൊടുത്തതിന്റെ ശേഷമല്ലേ മുഅ്മിനീങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത്. ഞാൻ ഈ വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, നിത്യജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും സുഖ സന്തോഷങ്ങൾ വർദ്ധിപ്പിച്ചു തരുമ്പോ ശാകിരീങ്ങളായ ആളുകളായി മാറാൻ, നന്ദിയുള്ള അടിമകളായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നു. ഫർള് നിസ്കാരത്തിന്റെ സമയത്ത് മറ്റു ചുറ്റുപാടുകൾ പലതും നമുക്ക് പറയാനുണ്ടായിരുന്നു. എന്നാൽ പ്രഭാത നിസ്കാരത്തിൽ നമ്മുടെ പള്ളി മുനാരത്തിൽ നമ്മൾ കേൾക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനന്നൗം. ഉറക്കിനേക്കാൾ എത്രയോ പുണ്യമുള്ള ഖൈറായ സംഗതി ഇതാ പള്ളിയിൽ നടക്കുന്നു, നിസ്കാരം നടക്കുന്നു. ഓ മുഅ്മിനീങ്ങളെ, ഹയ്യ അലസ്സലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരണേ. ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരണേ. വീട്ടിൽ കിടന്നുറങ്ങിയത് കൊണ്ട് വിജയിക്കാൻ സാധ്യമല്ല. രാജാവായ ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പോലെയുള്ള ഒരു വിഭാഗം ആളുകളുടെ ഭക്ഷണവും വെള്ളവും തടഞ്ഞു വെച്ച് എനിക്കും നിങ്ങൾക്കും ദൃഷ്ടാന്തമാക്കിയിട്ട് അതേ ഭക്ഷണവും വെള്ളവും യഥേഷ്ടം കുടിക്കാനും ഉണ്ണാനും ഉറങ്ങാനും അനുമതി തന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിൽ നിന്നാണ് നമ്മളോട് വിളിക്കുന്നത്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ, പതച്ച് കിടക്കല്ല. അസ്സലാത്തു ഖൈറും മിനന്നൗം. ഉറക്കിനേക്കാൾ എത്രയോ പുണ്യമായ മഹാത്മ്യമുള്ള സംഗതി പള്ളിയിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോ തലേന്നത്തെ രാത്രിയിലെ യാത്രയുടെ ക്ഷീണം നമുക്ക് പറയാനുണ്ട്. ഭക്ഷണം കഴിച്ച് ഓവറായി ക്ഷീണം വന്നത് നമുക്ക് പറയാനുണ്ട്. മുഅ്മിനേ, ചുറ്റുപാടും ചിന്തിക്കുന്നില്ലല്ലോ ഞാനും നിങ്ങളും. ഒരു മുറുക്ക് വെള്ളം കിട്ടാതെ, ഒരു മുറുക്ക് വെള്ളം കിട്ടാതെ ജാഹജലത്തിന് വേണ്ടി വല്ലാതെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഫലസ്തീനിലെ മുഅ്മിനീങ്ങളടക്കം എത്രയെത്ര ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ടെന്ന് എന്തിനേറെ പറയുന്നു. നമ്മുടെ പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിൽ തന്നെ, അതല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള അയൽവക്കങ്ങളുള്ള വീടുകളിലേക്ക്, കുടുംബത്തിലുള്ള വീടുകളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ സഹോദരന്മാരെ. എത്രയോ സാമ്പത്തികമുള്ള മക്കളുണ്ട്, പക്ഷേ ഉമ്മക്കരസുഖം വന്നുപോയി, ഉപ്പക്കരസുഖം വന്നുപോയി, ഡോക്ടേഴ്സ് പറഞ്ഞുപോയി, ഭക്ഷണത്തിന് നിബന്ധന പറഞ്ഞുപോയി. കോടീശ്വരന്മാരായ മക്കളാണും പെണ്ണും ചുറ്റിനും നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനാ വാപ്പയ്ക്ക് സാധ്യമല്ല. കിഡ്നിക്ക് തകരാറ് വന്നുപോയി. ഡോക്ടർ വെള്ളം കുടിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള സ്പൂൺ കണക്കിനാണ്. ഒരു ജഗ്ഗെടുത്തുകൊണ്ട് ഗ്ലാസിലേക്ക് യഥേഷ്ടം ഒഴിച്ചു കുടിച്ച അതേ മനുഷ്യന് അവന്റെ ഉള്ളിൽ അവയവങ്ങൾക്ക് പ്രശ്നം വന്നപ്പോ സുബ്ഹാനല്ലാഹ്,
പരിശോധിക്കുന്ന ഡോക്ടർമാർ അയാളോട് പറയുന്നു, യഥേഷ്ടം കുടിച്ച് ലാവിശായി സുഖിച്ച് ഇത്രയും കാലം ജീവിച്ചു നിർത്തിക്കോളണം, ഇനി നീ സ്പൂണിലെ വെള്ളം കുടിക്കാവൂ. ഞാൻ ഓർത്തു പോകുന്ന ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, വീട്ടിലെ ഉപ്പ കോടിക്കണക്കിന് സ്വത്തുമാസ്തിയുള്ള മനുഷ്യനാണ്, നല്ല ധനാഢ്യന്മാരായ മക്കളുള്ള വാപ്പയാണ്. സ്വന്തത്തിൽ തന്നെ ഇഷ്ടം പോലെ അദ്ദേഹത്തിന് അല്ലാഹു വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. പണക്കാരായ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ എന്ത് പറയാൻ, ഇരു കിഡ്നികളും നഷ്ടപ്പെട്ടു പോയപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അവകാശമില്ല. ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആ വാപ്പ അടുക്കളയിലേക്ക് എത്തി നോക്കുന്നു, സിറ്റൗട്ടിലേക്ക് എത്തി നോക്കുന്നു. എന്താ ഹാജിയാരെ നിങ്ങൾ എത്തി നോക്കുന്നത്? മക്കള് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണെന്ന് പറയുന്നു. എന്നിട്ടതാ ഗ്ലാസിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ഞങ്ങളോട് പറയുകയാണ്, വെള്ളം കുടിക്കാൻ എനിക്ക് ഡോക്ടർമാർ സമ്മതം തന്നിട്ടില്ല, ഒരു ദിവസം ഒരു സ്പൂണ് വെള്ളം കുടിക്കാം, അധികമായാൽ 1.5 സ്പൂൺ വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കാനുള്ള താല്പര്യം കൊണ്ട് മക്കളെ കാണാതെ, ഭാര്യയെ കാണാതെ, കോടിക്കണക്കിന് ആസ്തിയുള്ള മനുഷ്യനെ കട്ടുകുടിക്കേണ്ട ഗതി വന്നുപോയി. ഇങ്ങനെ ചുറ്റിനും എനിക്കും നിങ്ങൾക്കും പാഠമായി എത്രയെത്ര ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ സുഖങ്ങളിൽ, സന്തോഷങ്ങളിൽ മതിമറന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളും മറന്നുപോയി. നമ്മളെ ചുറ്റിനും തന്നെ ചിന്തിച്ചു നോക്ക്. നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന ആളുകൾ, നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾ, നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, രോഗത്തിന്റെ ഒരു ലക്ഷണവും അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു വയറുവേദന, അതല്ലെങ്കിൽ ശരീരത്തിൽ ചൊറിച്ചില്, ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോഴാ പറയുന്നേ, ഇനി വയറ്റിനുള്ളിൽ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിന്റെ മുമ്പ് ഒരു വയറുവേദന വന്നിട്ടില്ല, ഒരു തലകറക്കം വന്നിട്ടില്ല, ഒരു ക്ഷീണം വന്നിട്ടില്ല. ആദ്യമായി അനുഭവപ്പെടുന്നു, പരിശോധന നടത്തുന്നു, അപ്പോഴേക്കും എല്ലാം തീർന്നുപോയി. അറിയാവുന്നവരുണ്ട്, കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, എന്നിട്ടും നമ്മൾ പാഠം പഠിച്ചില്ല. വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും കുറിച്ചാ പറയുന്നത്, ഖലീലം മാ തശ്കുറൂൻ. രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ ഉടമയായ റബ്ബിന് നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ വിരളമാണ്. സഹോദരന്മാരെ, ഇവിടെയാണ് ഞാനും നിങ്ങളും മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ഞാനും നിങ്ങളും ഓർക്കേണ്ടത്. ഈ മാസത്തിൽ ലോകം മുഴുവനും ആണ്ട് നടത്തുന്ന എല്ലാവരും ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം ആ മഹാനെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. സഹോദരന്മാരെ, മഹാനായ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു ഇവിടെയാണ് ഞാനും നിങ്ങളും ഓർക്കേണ്ടത്. ആയിരക്കണക്കിന് മുരീദന്മാരുള്ള, എത്രയോ ശിഷ്യന്മാരുള്ള അബുൽ ഇൽമൈൻ, മതഭൗതിക ആത്മീയമായ എല്ലാ വിജ്ഞാനങ്ങളും സമ്മേളിച്ച മഹോന്നതനെന്ന് ലോകം വാഴ്ത്തിയ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഞാൻ വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, ഞാൻ വലിയ ശൈഖാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നില്ലല്ലോ. സാന്ത്വന പ്രവർത്തനങ്ങളും മുഅ്മിനീങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ കീഴിൽ എവിടെ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം മഹാനായ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാത്ത സദസ്സുകളില്ല. മഹാന്മാരായ ഔലിയാക്കൾ,
ആരിഫീങ്ങളെ മഹത്തുക്കളെ ഞാനും നിങ്ങളും ആണ്ടുകൾ ഇങ്ങനെ നടത്തുമ്പോ, അവരുടെ നേർച്ചകൾ ഇങ്ങനെ നടത്തുമ്പോ, അവരെങ്ങനെ അനുസ്മരിക്കുമ്പോ ആ അനുസ്മരണം കഴിഞ്ഞു. ഇശായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് വലിയ ഒരുപാട് സംഗതികൾ പ്രഭാഷണം നടത്തുന്ന മുസ്ലിയാര് പറഞ്ഞു. ശ്രോതാക്കളായ നമ്മളൊക്കെ എന്ത് പറഞ്ഞു? വലിയ സംഭവം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രഭാഷണം വിലയിരുത്തിക്കൊണ്ട് ഭക്ഷണവും വാങ്ങി പിരിഞ്ഞു. മോനെ, അത് മാത്രം പോരാ, മറിച്ച് മഹാനായ സുൽത്താനുൽ ആരിഫീനെ പോലെ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ പോലെയുള്ള ആളുകളെ അനുസ്മരിക്കുമ്പോ എന്തേ അവർ ഈ ദുനിയാവിന് സംഭാവന ചെയ്തു, എന്തേ അവർ ഇത്രയേറെ ഉന്നതികളിൽ ഇപ്പോഴും വിരാജിക്കുന്നത് എന്തുകൊണ്ടാണ്? എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാന്മാരാണല്ലോ. ഇപ്പോഴും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ എല്ലാ ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിൽ ഇപ്പോഴും അവരെന്തേ ഭഗ്നിക്കുന്നു. അവരെ കാണാത്തവരാണ് അനുസ്മരിക്കുന്നത്, അവരെ ജീവിതത്തിൽ ഒരു നോക്ക് കാണാത്തവരാണ് അനുസ്മരിക്കുന്നത്. എന്തേ അതിന്റെ കാരണം? ആ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അതിന്റെ കാരണം നമുക്കറിയാം. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ലയിച്ചുകൊണ്ട് അങ്ങേയറ്റം ഇബാദത്തിൽ മുഴുകിയെന്ന് മാത്രമല്ല, ചുറ്റുപാടിനും കാരുണ്യ സ്പർശനങ്ങളുമായി രാപകൽ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്തു. അതിന് രാവെന്നോ പകലെന്നോ അവര് സമയം നോക്കിയില്ല. ആ മഹാന്മാരുടെ മഹത്വങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുമ്പോ ഇന്നാലിന്ന മഹത്വം, ഇന്നാലിന്ന മഹാനുണ്ടായിരുന്നല്ലേ എന്ന് മനസ്സിലാക്കി വെക്കുമ്പോ മോനെ അനുസ്മരിച്ചങ്ങ് പിരിയാതെ ഇവിടെ അങ്ങോട്ട് ഞാനും എന്റെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുമെന്നങ്ങ് ദൃഢനിശ്ചയം ചെയ്യണം. അപ്പോഴാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നതിൽ അർത്ഥമുള്ളത്. ഒരു മഹാനെ കുറിച്ച് നമ്മളെ സദസ്സിൽ ഉസ്താദ് വന്ന് നല്ല വാക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഖ്യമായി ആ മഹാൻ ചെയ്ത പ്രധാന സംഗതി എടുത്തെടുത്ത് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതെല്ലാം കഴിഞ്ഞ് നല്ല പ്രഭാഷണം എന്ന് പറഞ്ഞ് പ്രഭാഷണത്തിന് നമ്മൾ മാർക്കും കൊടുത്തു. അതിന്റെ ശേഷം നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചതല്ലെങ്കിൽ ഭക്ഷണവും വാങ്ങി പിരിഞ്ഞു. യാ ഹയ്യു യാ ഖയ്യൂം, ജീവിതത്തിൽ ആ ഒരു പ്രഭാഷണത്തിൽ നിന്ന് ഒരു സംഗതി പോലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല. പിന്നെ നമ്മൾ അനുസ്മരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ മഹാന്റെ ജീവിതം ഞാനും നിങ്ങളും വിലയിരുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. നിങ്ങള് ഒരുപാട് മണിക്കൂർ കണക്കിന് ഒരു മഹാനെ കുറിച്ച് അനുസ്മരിച്ചിട്ട് ആ മഹാന്റെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഉന്നതിയിലെത്താനുള്ള കാരണങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ട് ഇവിടെ വിവരിച്ചിട്ട് ആ വിഷയങ്ങളോടൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ അനുസ്മരണം കൊണ്ടെന്ത് കാര്യമാണ്? മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ ലോകത്ത് എവിടെ ഓർക്കുന്നുവോ, എവിടെ അനുസ്മരിക്കുന്നുവോ, അവിടെ അതാ എല്ലാവരും അവിടത്തെ കുറിച്ച് പറയുന്നൊരു വിഷയം. മഹാനവർ വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ആളായിരുന്നു. വല്ലാതെ കാരുണ്യ പ്രവർത്തനം നടത്തിയ ആളായിരുന്നു. എന്തേ മറ്റു തൊഴിലില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്? മറ്റു പണികളും ജോലികളും ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല അല്ല. മഹാനായ അബൂ സക്കരിയ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ സദസ്സിലേക്ക് ളുഹ്ർ നിസ്കാരത്തിന് ആളുകൾ ഇങ്ങ് സമ്മേളിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ജമാഅത്തിന് ആൾ കുറവുള്ള സമയം മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ സദസ്സിലേക്ക് ആളുകൾ സമ്മേളിക്കുന്നു. മഹാനവറുകൾ പറയാണ്, ഓരോരോ സദസ്സിൽ തന്നെ 1,00,000 ആളുകൾ ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടാകും. ഇന്നത്തെ പോലെ നമ്മളെ പരസ്പരം കേൾപ്പിക്കാനും
കാണിക്കാനും സൗകര്യമുള്ള മൈക്കുകളും സെറ്റുകളും മറ്റ് മീഡിയ സൗകര്യങ്ങളുമുള്ള കാലഘട്ടമല്ല. മുന്നിലിരിക്കുന്ന ഒന്നാമത്തെ വ്യക്തി എങ്ങനെയാണോ കേൾക്കുന്നത് അതേപോലെ ഏറ്റവും പിറകിലിരിക്കുന്ന വ്യക്തി കേൾക്കുന്നു. അസദസ്സിൽ മാലാകമാരുണ്ട്, അസദസ്സിൽ ജിന്നുകളുണ്ട്, മനുഷ്യർ മാത്രമല്ല. 1,00,000-ലേറെ ആളുകൾ ഓരോ ദിവസവും മഹാനവറുകളെ സദസ്സിലേക്ക് പ്രഭാഷണം കേൾക്കാൻ വരികയാ. സുബ്ഹാനല്ലാഹ്. കേൾക്കാൻ വന്ന മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു സാമ്പത്തികമൊന്നും കയ്യിലില്ലാത്തയാളാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ആള് വന്നാലും വന്ന സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും റൊട്ടിയും ഭക്ഷണവും നൽകുന്നു. എത്ര ആളുകൾ ആ സദസ്സിൽ കൂടിയാലും വന്ന മുഴുവൻ ആളുകൾക്കും അവിടെ നിന്ന് ഭക്ഷണം നൽകുകയെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അത്ഭുതമായി കൊണ്ട് മഹത്തുക്കളായ ആളുകൾ അവരുടെ കിതാബുകളിൽ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയ ഒരു സംഭവം എന്താ അറിയോ നിങ്ങൾ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, മുമ്പിലിരിക്കുന്ന ഒന്നാമത്തെ വ്യക്തി ഏത് വിധമാണോ കേൾക്കുന്നത് അതേ വിധം ഏറ്റവും ബാക്കിലിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള സദസ്സിൽ ഏറ്റവും പിറകിലിരിക്കുന്ന ആള് കേൾക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കറാമത്തുകളിൽപ്പെട്ടൊരു വിഷയമാണ്. അതേപോലത്തെ മർമ്മപ്രധാനമായ മറ്റൊരു വിഷയം മഹാന്മാര് പറയാണ്, ചെവി കേൾക്കാത്ത ആളുകള് മഹാനര സദസ്സിലേക്ക് പ്രഭാഷണം കേൾക്കാൻ വരുന്നു. ഇരു ചെവികളും കേൾക്കാത്ത ആളുകളാണ്. പക്ഷേ മഹാനവറുകളെ സദസ്സിലങ്ങ് കേറിയിരുന്നാൽ ഈ എല്ലാം കേൾക്കുന്നു. അവിടെ പറയുന്ന മുഴുവൻ അറിവുകളും ആ സദസ്സിലുള്ള ചെവി കേൾക്കാത്തവർ വരെ കേൾക്കുന്നു. ആ വിധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മഹാനവറുകൾ കാസെടുക്കുകയാണ് ഓരോ ദിവസവും. സുബ്ഹാനല്ലാഹ്. വന്നയാളുകൾക്ക് യഥേഷ്ടം ഭക്ഷണം കൊടുക്കുന്നു. എന്നാൽ മഹാനവറുകൾ ജീവിതത്തിലോ ഭക്ഷണത്തിന് യാതൊരു പ്രാമുഖ്യമില്ലതാനോ. മഹാനവറുകളുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന് യാതൊരു പ്രാധാന്യമില്ലതാനും. ഭക്ഷണത്തെ കുറിച്ച് മഹാനവറുകളുടെ ജീവിത ശൈലിയെ കുറിച്ച് രേഖപ്പെടുത്തുന്നിടത്ത് കാണാം, ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ഒരു റൊട്ടി കഴിക്കുന്നു ഏറിയാൽ, അതല്ലെങ്കിൽ അതിന്റെ പകുതിയാണ് ഒരു ദിവസം കഴിക്കുന്നത്. ആ സദസ്സിൽ കൂടിയ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുന്ന മഹാനായ സുൽത്താനുൽ ആരിഫീൻ സ്വന്തം ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു റൊട്ടിയോ അതിന്റെ പകുതിയോ. ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ ഈ കൂടിയ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്, ലക്ഷത്തോളം വരുന്നതല്ലെങ്കിൽ അതിലേറെ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും അവിടെ നിന്ന് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു. പക്ഷേ ഇതൊരുക്കി കൊടുക്കുന്ന അങ്ങന്തേ ഒരു റൊട്ടി മാത്രമാണല്ലോ കഴിച്ചത്, അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ റൊട്ടിയുടെ പകുതിയാണല്ലോ കഴിക്കുന്നത്. എന്ത് പറ്റിപ്പോയി? അവിടത്തേക്ക് കഴിക്കാൻ എന്താണ് തടസ്സം? ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങള്? ഞാനും നിങ്ങൾ ഇത് പറയാനും കേൾക്കാനും വരെ യോഗ്യരല്ല മുഅ്മിനീങ്ങളെ. അവിടെ നിന്ന് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താ? മോനെ, ഞാനെങ്ങാനും അതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നാളെ രാജാവായ ഖാലിഖായ റാസിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ റിഫായി വരുമ്പോ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകള് അല്ലാഹുവേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോ, ഞങ്ങളെ കാലത്ത് ജീവിച്ച ശൈഖാണ് ശൈഖ് റിഫായി യഥേഷ്ടം ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്കെതിരെ പറയുമോ? ഭക്ഷണം കിട്ടാത്തവർ എനിക്കെതിരെ സാക്ഷി നിൽക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു
ഈമാനുള്ള എൻ്റെ മുഅ്മിനീങ്ങളെ, നാട് മുഴുവനും വേണ്ട, നമ്മുടെ ജേഷ്ഠാനുജന്മാര്, പെങ്ങന്മാര്, നമ്മുടെ മക്കള്, അവരുടെ വീട്ടിലെ കാര്യമെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെ അവസ്ഥ ഇപ്പോഴെന്തായിരിക്കും? ഞാനും എന്റെ ഭാര്യയും മക്കളും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. നല്ല ബിരിയാണിയൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്? എന്റെ പെങ്ങളെ വീട്ടിലെ അവസ്ഥ എന്താണ്? എന്റെ തൊട്ടരികിലുള്ള അയൽവാസിയുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? അവർക്ക് ഭക്ഷണമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അയൽവക്കക്കാരന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും, ജേഷ്ഠാനുജന്മാരെ പെങ്ങന്മാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും, കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓർമ്മ വരാറുണ്ടോ? അങ്ങനൊരു വിഷയമേ നമ്മുടെ ജീവിതത്തിലില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണം, നമ്മുടെ ഭാര്യ കഴിക്കണം, നമ്മുടെ മക്കൾ കഴിക്കണം, മറ്റുള്ളവർ നമുക്കൊരു വിഷയമേ അല്ല. നീയും എന്റെ മക്കളും പൂനൂരിലും അതുപോലെ തന്നെ മറ്റുള്ള അങ്ങാടികളിലും ചെന്നുകൊണ്ട്, റെസ്റ്റോറന്റുകളിൽ ഇരുന്നു കൊണ്ട് നീ ഇങ്ങനെ നിന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ അനിയന്റെ വീട്ടിൽ നിന്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. മോനെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്നൊന്ന് പോരുന്ന സമയത്ത് ഞാൻ എന്റെ ഉപ്പയെ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ, എന്റെ ഉമ്മയെ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ, അവര് പോന്നാലും വന്നാലും വന്നില്ലെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചിരുന്നോ? എവിടെ ചിന്തിക്കാനാ നമ്മൾ? നമ്മുടെ ഭാര്യയുമായുള്ള നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന്, നമ്മുടെ കുട്ടികളുമായുള്ള നമ്മുടെ ജീവിതത്തിലെ രസത്തിന്, അതിന് മാതാപിതാക്കൾ തടസ്സമായി പോകുമോ? പെങ്ങളും മക്കളും തടസ്സമായി പോകുമോ? ജേഷ്ഠാനുജന്മാരും മക്കളും തടസ്സമായി പോകുമോ എന്ന ഭീതിയും പേടിയുമാ നമുക്ക്. നമുക്ക് സുഖിക്കണം, സന്തോഷിക്കണം, രസിക്കണം. അതുകൊണ്ടാ സഹോദരാ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ഖലീലം മാ തശ്കുറൂൻ. യഥേഷ്ടം കുടിക്കാനും ഉണ്ണാനും ഉടുക്കാനും കിട്ടിയിട്ടും അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാത്ത നന്ദിയില്ലാത്തവരാ. ഒന്നാലോചിച്ചു നോക്കൂ, ഇതല്ലേ നമ്മുടെ യാഥാർത്ഥ്യം? ചുറ്റുപാടുകൾ നമുക്ക് വിഷയമേ അല്ല. നമ്മളെ വീടിന്റെ അകത്തളം നമുക്ക് സന്തോഷമാകണം, അടിപൊളിയാകണം. അതിന് അയൽവക്കത്ത് എങ്ങനെ, കുടുംബം എങ്ങനെ, ഉമ്മ എങ്ങനെ, ഉപ്പ എങ്ങനെ, ജേഷ്ഠാനുജന്മാരും പെങ്ങന്മാരും എങ്ങനെ, അത് നമ്മുടെ മൈൻഡിൽ വരുന്നേ ഇല്ല. ഇവിടെയാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ അവിടത്തെ ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ഇവിടെയാണ്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമായി വീട്ടിലേക്ക് വന്നാൽ, നാട്ടിലേക്ക് വന്നാൽ, നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് അദ്ദേഹം ജോലിക്ക് പോകുമത്രേ. ജോലിക്ക് പോയതിന്റെ ശേഷം കിട്ടിയതായ ആ സമ്പാദ്യം കൊണ്ട് നാട്ടിലെ സാധുക്കളായ ആളുകളെ സഹായിക്കുന്ന സ്വഭാവം മുതഅല്ലിമായ ദർസ് വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലഘട്ടത്തിലെ മഹാനവറുകൾക്കുണ്ട്. അങ്ങനെ മഹാനവർ ഇൽമുകൾ നുകർന്ന് വലിയ മഹത്തുക്കൾ അരികിൽ നിന്ന് അവിടുന്ന് വലിയതായ ഇൽമു നുകർന്ന് അവിടുന്ന് വലിയ ഉന്നത സ്ഥാനത്തെത്തി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ വലിയ ശൈഖാണ്, വലിയ മഹാനാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ഏറ്റവും താഴ്ന്നവൻ ഞാനാ, ഏറ്റവും ഇല്ലാത്തവൻ ഞാനാ, ഈ ആളുകളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണെന്ന ചിന്തയാ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, സ്വന്തം നാട്ടിലും അബീദ എന്ന് പറയുന്ന നാട്ടിലങ്ങാടിയിലേക്ക് അവിടുന്ന് പ്രഭാത നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങും.
നമ്മളും അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു. അതേപോലെ സുൽത്താൻ ആരിഫീൻ അങ്ങാടിയിലേക്ക് ഇറങ്ങിയത് എന്തിനാണെന്നറിയുമോ നിങ്ങൾക്ക്? അങ്ങാടിയിൽ ചെന്നിട്ട് അവിടെ ഇങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. കണ്ണ് കാണാത്ത വല്ല ഉപ്പമാരും വരുന്നുവോ? രോഗികളായ വല്ല ഉപ്പമാരും കടന്നു വരുന്നുവോ? രോഗികളായ വല്ല ആളുകളും ഈ റോഡിലൂടെ കടന്നു വരുന്നുവോ? സുബ്ഹാനല്ലാഹ്, രോഗിയായ ഒരാൾ കടന്നു വരുന്നു. സുൽത്താൻ ആരിഫീൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് നടന്നു ചെല്ലുകയാണ്. ചെന്നിട്ട് ആ മനുഷ്യന്റെ കൈ പിടിച്ചു. ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ മനുഷ്യൻ ലക്ഷ്യസ്ഥാനം പറയുമ്പോ ഞാനും നിങ്ങളും സുൽത്താനുൽ ആരിഫീൻ ഔലിയാക്കളുടെ രാജാവെന്ന് വാഴ്ത്തുന്ന മഹാൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ആ ഉപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടുന്ന് നടക്കുകയാണ്. ആ രോഗിയായ മനുഷ്യൻ എവിടെയാണോ ചെല്ലാനുള്ളത് അവിടെ ചെല്ലുന്നു. ആ വിഷയം നിർവഹിച്ചു കൊടുക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല, മറ്റൊരു ദിവസം അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ കണ്ണ് കാണാത്തയാളെയാണ് കാണുന്നത്. ആ കണ്ണ് കാണാത്ത മനുഷ്യന്റെ കൈ പിടിച്ച് ചോദിക്കുന്നല്ലയോ ഉപ്പാ, നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്? ലക്ഷ്യസ്ഥാനം പറയുമ്പോ അവിടേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ മനുഷ്യന്റെ വിഷയങ്ങൾ നിറവേറ്റി കൊടുത്തതിന്റെ ശേഷം അതേ കയ്യും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. വീട്ടിലെത്തിച്ചതിന്റെ ശേഷം തിരിച്ചു പോരുകയല്ല. ആ വീട്ടിലെ മക്കളെ വിളിക്കുകയാണ്. മക്കളെ, നിങ്ങളൊന്ന് പുറത്തോട്ട് വരണം. നല്ല തണ്ടും തടിയുമുള്ള ആൺകുട്ടികൾ വീട്ടിലിരിക്കുന്നുണ്ട്. അവരെ വിളിക്കുന്നു. മോനെ, ഇത് നിന്റെ ഉപ്പയല്ലേ? അതെ. വാപ്പയ്ക്ക് രോഗമുള്ളത് നിനക്കറിയില്ലേ? അറിയാമല്ലോ. വാപ്പയ്ക്ക് കണ്ണു കാണാത്തത് നിനക്കറിയില്ലേ? അറിയാമല്ലോ. എന്തേ മോനെ വാപ്പയെ ഒറ്റയ്ക്ക് വിട്ടു? മാതാപിതാക്കളെ പൊരുത്തത്തിലല്ലേ മോനെ റബ്ബിന്റെ പൊരുത്തം കിടക്കുന്നത്? മാതാപിതാക്കൾക്ക് ദേഷ്യമാണോ? റബ്ബിനും ദേഷ്യമല്ലേ? യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം കിട്ടണമെങ്കിൽ പിതാവിനും മാതാവിനും വേണ്ട കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാതെ നിവൃത്തിയില്ലാതെ നിനക്കറിയില്ലേ? ആ വീട്ടുകാർക്ക് ക്ലാസ് എടുത്തുകൊണ്ട് ആ മാതാവിനെ, ആ പിതാവിനെ, കണ്ണു കാണാത്ത ആളെ, ആ രോഗിയായ ആളെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ സംഗതികളും പറഞ്ഞ് മനസ്സിലാക്കി ക്ലാസ് എടുത്തതിന് ശേഷമാ തിരിച്ചു പോരുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വെറുതെയാണോ ഔലിയാക്കളുടെ രാജാവെന്ന് പറഞ്ഞത്? സുൽത്താനുൽ ആരിഫീൻ എന്ന് വെറുതെ അങ്ങ് പേര് കൊടുത്തതല്ല. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അടുത്തറിഞ്ഞ ആരിഫീങ്ങളായ മഹത്തുക്കളായ ഔലിയാക്കളുടെ രാജാവെന്ന് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ വെറുതെ പേര് വന്നതല്ല, വെറുതെ ലോകം വിളിച്ചതല്ല. ഒരു ദിവസം മഹാനവറുകള് തന്റെ വീട്ടിൽ നിന്ന് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് എങ്ങനെയാ അറിയോ നിങ്ങള്? അതാ മഴവുമായിട്ടാണ് ഇറങ്ങുന്നത്. ഈ മഴവുമായിട്ട് അവിടുന്ന് മഹാനവറുകളും മല കയറുകയാണ്. എന്നിട്ട് ആ മലയിൽ കയറിയിട്ട് അതാ മരം മുറിക്കുന്നു. ആ മരം കഷ്ണങ്ങളായി വിറകുകളാക്കി മാറ്റുകയാണ്. വിറകുകളാക്കി മാറ്റിയ ആ സാധനവും ചുമന്നുകൊണ്ട്, കെട്ടും ചുമന്നുകൊണ്ട് മഹാനവറുകൾ അങ്ങാടിയിലേക്ക് ചെല്ലുന്നു. അങ്ങാടിയിൽ ചെന്നിട്ട് മഹാനായ സുൽത്താൻ ആരിഫീൻ അതാ അങ്ങാടിയിലെ ആളുകളോട് പറയുന്നു, ഞാൻ വിറക് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ആവശ്യക്കാര് സുൽത്താൻ ആരിഫീന്റെ അരികിലേക്ക് വരുന്നു. വില പറഞ്ഞുകൊണ്ട് ആ സാധനം വാങ്ങിക്കൊണ്ടു പോകുന്നു. സുബ്ഹാനല്ലാഹ്, ആ കാശുമായി ഒരു ദിവസം എങ്ങോട്ടാ പോയേ അറിയോ നിങ്ങള്? സ്വന്തം വീട്ടിലേക്ക് സാധനം വാങ്ങാൻ മാർക്കറ്റിലേക്കല്ല പോകുന്നത്. മഹാനവറുകൾ ആ കാശുമായി കണ്ടു കാണാത്ത തന്റെ നാട്ടിലെ പാവപ്പെട്ട ഒരാളുണ്ട്, അയാളെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ആ കാശ് കൊടുക്കുകയാണ്. സാന്ത്വന പ്രവർത്തനം നടത്തുന്ന ആളുകളല്ലേ ഞാനും നിങ്ങളും? സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സാന്ത്വനം, കുടുംബ
കുടുംബക്കാരനോ ബന്ധക്കാരനോ അയൽവാസിക്കോ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് സാന്ത്വനമേകാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. സുൽത്താനുൽ ആരിഫീന കാശുമായി കണ്ണ് കാണാത്ത ഈ സാധുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ കാശ് കൊടുത്ത് പറയുകയാണ്, നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് എനിക്കറിയില്ല. ഈ കാശ് കൊടുത്തിട്ട് നിങ്ങൾ ആളെ വിട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചോ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മറ്റൊരു ദിവസം ആ കാശുമായി വിറക് വെട്ടി ഉണ്ടാക്കിയ കാശുമായി പോകുന്ന എവിടേക്കറിയോ നിങ്ങൾ? ആ നാട്ടിൽ ഭർത്താവ് ഉപേക്ഷിച്ചൊരു പെണ്ണുണ്ട്, വിധവയായൊരു പെണ്ണുണ്ട്. ഭർത്താവ് മരിച്ചൊരു പെണ്ണുണ്ട്, വിധവയായൊരു പെണ്ണുണ്ട്. അതല്ലെങ്കിൽ ഭർത്താവ് ഇട്ടേച്ചു പോയൊരു പെണ്ണുണ്ട്. അവരുടെ അരികിലേക്കാണ് കാശുമായി ചെല്ലുന്നത്. മോളെ, ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഈ കാശ് കൊണ്ട് നിനക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, എന്തൊരു വലിയ കാരുണ്യമാണ്, എന്തൊരു സാന്ത്വന പ്രവർത്തനമാണ്. നമ്മുടെ പള്ളികളിൽ സംഘടനകളുടെയോ അല്ലാതെയോ സാന്ത്വനത്തിന്റെ പിരിവ് നമ്മളെ ബക്കറ്റ് നമ്മൾ പുറമെ കണ്ടാ നമ്മൾ എന്ത് പറയും? എന്നും പിരിവ് തന്നെ നമ്മൾ ആക്ഷേപിക്കാറില്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സംഘടനകളെ, വിവിധ സംഘടനകളുടെ കീഴിൽ, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കീഴിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത്, ആ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്ന സംഖ്യ എത്രയാണ്? 10 രൂപയാണ് നമ്മൾ ഇടുന്നത്. അതിട്ടതിന്റെ ശേഷം ഇപ്പുറത്ത് പീടികക്കൊലായിരുന്നു കൊണ്ട് പീടികയുടെ ഉമ്മറത്തിരുന്ന് നമ്മൾ പറയും, കഴിഞ്ഞ ആഴ്ച ഇന്നടിയം വിരിച്ചു, അതിന്റെ മുമ്പത്തെ മാസം ഇന്നടിയം വിരിച്ചു, എല്ലാ മാസവും ബിരുവിന് എവിടുന്നാ ഇതൊക്കെ എടുത്തു കൊടുക്കാൻ പറയാറില്ലേ ഞാനും നിങ്ങളും? ഉമ്മിനെ, ഇവിടെയാണ് സുൽത്താനുൽ ആരിഫീൻ ഞാനും നിങ്ങളും ഓർക്കേണ്ടത്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആ മലമുകളിലേക്ക് കയറിയിട്ട് സ്വന്തം കൈകൊണ്ടാണ് മരം മുറിക്കുന്നത്. ആയിരക്കണക്കിന് മുരീദന്മാരുണ്ട് മോനെ. കുറച്ച് വിറക് വേണമല്ലോ എന്ന് സദസ്സിലങ്ങ് പറഞ്ഞാൽ മനുഷ്യരുള്ള സദസ്സാണ്, മാലാഖമാരുള്ള സദസ്സാണ്, ജിന്നുകളുള്ള സദസ്സാണ്. എത്ര വേണമെങ്കിലും യഥേഷ്ടം ലോഡ് കണക്കിന് മുമ്പിൽ കൂട്ടിവെക്കാൻ പറ്റുന്ന ശിഷ്യന്മാര് ആയിരക്കണക്കിന് മുമ്പിലുണ്ടായിട്ടും സുബ്ഹാനല്ലാഹ് ഒരാളെയും ആ പ്രവൃത്തി ഏൽപ്പിക്കുന്നില്ല. അവിടുന്ന് തന്നെ പ്രഭാതത്തിൽ മഴവുമായി ഇറങ്ങുകയാണ്. എന്നിട്ട് ആ മലമുകൾ കയറിയിട്ട് മരം മുറിക്കുന്നു. മരം മുറിച്ചത് കഷ്ണങ്ങളായി വിറകാക്കുന്നു, സ്വന്തം തലയിൽ ചുമക്കുന്നു. ഒരൊറ്റ പ്രഭാഷണത്തിന് 1,00,000-ലേറെ ആളുകൾ തന്റെ മുമ്പിലിരിക്കുന്ന മഹാനാ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ അവസ്ഥ എവിടെ കിടക്കുന്നു. ഇനി നമ്മുടെ ജീവിതം ഒന്ന് വിലയിരുത്തി നോക്കൂ. ഞാനും നിങ്ങളും ഇവിടെ നമ്മൾ തന്നെ, ഞാൻ നിങ്ങളും പള്ളിയിലെ ഖത്തീബ് എന്ന നിലയിൽ ഞാൻ ഈ സ്ഥാനം വഹിക്കുന്ന സമയത്ത് ഈ പള്ളിയുടെ മുറ്റത്ത് ഒരുപാട് വിറകും മറ്റ് വേസ്റ്റുകളും ഒഴിവാക്കാനുണ്ടെന്ന് വിചാരിക്കുക. ഒഴിവാക്കാൻ എന്റെ കിബർ സമ്മതിക്കുമോ? ഇനി അങ്ങനെ ഞാൻ തയ്യാറായാൽ തന്നെ നിങ്ങളൊന്ന് പറയും, ഉസ്താദ് അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തോളാം. എന്നാൽ സുൽത്താനുൽ ആരിഫീൻ ഒരാളെയും കാത്തു നിൽക്കുന്നില്ല. അതിരാവിലെ പ്രഭാത കർമ്മം കഴിഞ്ഞാൽ മലമുകളിലേക്ക് കയറുന്നു, മരം മുറിക്കുന്നു, കഷ്ണങ്ങളാക്കുന്നു, സ്വന്തം തലയിൽ ചുമയ്ക്കുന്നു. അങ്ങാടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിന് കിട്ടുന്ന കാശ് കണ്ടു കാണാത്തവർക്ക് സഹായമായി വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചവരും ഉപേക്ഷിച്ചവരുമായ സ്ത്രീകൾക്ക്, പാവപ്പെട്ട സഹോദരിമാർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. രോഗികളായ ആളുകളെ വീടുകളിലേക്ക് ഈ കാശ് കൊണ്ടുകൊടുക്കുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തീർന്നില്ല. മറ്റൊരു ദിവസം മഹാനവറുകൾ വിറകും ചുമന്ന് ഇറങ്ങി അങ്ങാടിയിലേക്കല്ല പോകുന്നത്.
2 ദിവസം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ താൻ കാശ് കൊണ്ടുകൊടുത്ത ആ വിധവയായ സ്ത്രീയുടെ വീട്ടിലേക്ക് വിറകും ചുമന്നാണ് ചെല്ലുന്നത്. ചെന്നിട്ടത് ആ വീടിന്റെ മുറ്റത്ത് ആ വിറകിടുകയാണ്. എന്നിട്ട് ആ പെണ്ണിനോട് പറയുന്ന, മോളെ, വീട്ടിലേക്ക് ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ? അതേ, വാങ്ങിയിട്ടുണ്ട് മഹാനരെ. അത് വെച്ചുണ്ടാക്കാൻ നിനക്ക് വിറക് വേണ്ടേ? ഇതാ വിറക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പറയാൻ ഈ വിനീതന് യോഗ്യനല്ല. സ്വന്തം ഭാര്യമാര് നമ്മുടെ വീട്ടില് രാപ്പകൽ വ്യത്യാസമില്ലാതൊരു യന്ത്രം കണക്കെ കഠിനാധ്വാനം ചെയ്യുമ്പോ, മോനെ, ജോലിയില്ലാത്ത ദിവസം നീ പ്രഭാത നിസ്കാരം കഴിഞ്ഞ് സുഖസുന്ദരമായി ഉറങ്ങുമ്പോ നിന്റെ ഭാര്യ നിനക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഒന്നാലോചിക്കൂ. ഒരു വിറക് കീറി കൊടുത്തുകൊണ്ട്, ഒരു വിറകുണ്ടാക്കി കൊടുത്തുകൊണ്ട് എന്നെങ്കിലും സ്വന്തം ഭാര്യക്കെങ്കിലും സാന്ത്വനമേകാൻ ആണായി പറന്ന എനിക്കും നിങ്ങൾക്കും, സുൽത്താനുൽ ആരിഫീൻ അനുസ്മരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സാധിച്ചുവോ? പ്രായമായ ഉപ്പാതല്ലെങ്കിൽ പ്രായമായ ഉമ്മ അതേ മുറ്റത്തിട്ട് ഇങ്ങനെ വിറക് വെട്ടുന്നത് നീ പ്രമാണിയായി കസേരയിലിരുന്ന് നോക്കിയില്ലടോ? സുൽത്താനുൽ ആരിഫീന്റെ പിൻഗാമിയാണെന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? അതിരാവിലെ നമ്മൾ എണീക്കുന്നതിന്റെ മുമ്പ് എണീക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവള്. സുബ്ഹാനല്ലാഹ്, പിന്നീട് അങ്ങോട്ട് ജോലിയല്ലേ, രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങള്, അത് കഴിയുമ്പോഴേക്ക് മക്കൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങള്, അത് കഴിയുമ്പോഴേക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങള് തീരുന്നില്ലല്ലോ. ഉച്ചയാകുമ്പോഴേക്കും തന്നെ വീട്ടിൽ എത്രയാണ് വസ്ത്രം അലക്കാനുള്ളത്, വീടടിച്ചു വാരാനുണ്ട്, തുടക്കാനുണ്ട്, വൃത്തിയാക്കാനുണ്ട്, മാറാല തട്ടാറുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവൾക്ക് ആ മാറാല തട്ടി വൃത്തിയാക്കുന്നത് അലർജിയാണെന്ന് നിനക്കറിയാം. പക്ഷേ ഇന്ന് വരെ ഒന്ന് കൂടി കൊടുത്തില്ലല്ലോ. നിന്റെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്നതാ വീട്ടു ജോലിക്ക് അവിടുത്തെ ഭാര്യമാരെ സഹായിച്ചില്ലയോ? എന്നിട്ടും എന്തേ മുഅ്മിനീങ്ങളെ, ഇതൊക്കെ അറിയുന്ന ഞാനും നിങ്ങളോ എന്തേ സാന്ത്വനമേകാൻ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ പോലും നമുക്ക് കഴിഞ്ഞില്ല? ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ പോലും നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതിനാണ് ഞാൻ ആദ്യം ഉണർത്തിയത്. റിഫായി ശൈഖ് തങ്ങളെ അനുസ്മരിക്കുമ്പോഴോ, ജീലാനി തങ്ങളെ അനുസ്മരിക്കുമ്പോഴോ, അതല്ലെങ്കിൽ മറ്റ് ഏത് മഹാന്മാരെ അനുസ്മരിക്കുമ്പോഴോ ആ ഉസ്താദ്മാര് അവരുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു കാട്ടുമ്പോ കേട്ട് നല്ല ഉഷാറുള്ള പ്രഭാഷണം എന്ന് പറഞ്ഞു പോകാതെ അവരൊക്കെ ഉന്നതിയിലും ഉയർച്ചയിലും എത്താൻ ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടല്ലേ, എനിക്കും അത് ബാധകമാണല്ലോ. എനിക്കും അത് ബാധകമാണല്ലോ. സുൽത്താനുൽ ആരിഫീൻ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ ഭാര്യ, ആദ്യം വിവാഹം ചെയ്ത ഭാര്യ മരിച്ചു പോയിരുന്നു. പിന്നീട് ആ ഭാര്യയുടെ തന്നെ അനിയത്തി മഹാനവറുകൾ വിവാഹം ചെയ്യുകയാണ്. രണ്ടാമത് വിവാഹം കഴിച്ച ഈ ആദ്യ ഭാര്യയുടെ അനിയത്തി വലിയ ഗൗരവ സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു. സുൽത്താനുൽ ആരിഫീൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. കൂടെ ശിഷ്യന്മാരുണ്ട്, മുരീദന്മാരുണ്ട്, ഒന്നും തിരിച്ചു പറയുന്നില്ല. ഉള്ളിൽ നിന്ന് വല്ലാതെ ദേഷ്യപ്പെടുന്നു. ഞാനത് വിശദീകരിക്കുന്ന മനസ്സിന് വേദനയാകി പോകും. ഉള്ളിൽ നടന്ന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ മഹാനവറുകളൊന്നും പറയുന്നില്ല. എനിക്ക് 400 ദിർഹം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ശാഠ്യം പിടിക്കുമ്പോ സുൽത്താനുൽ ആരിഫീൻ അതെല്ലാം കേട്ടുകൊണ്ട് ക്ഷമയോടെ നല്ല സ്വഭാവത്തോടെ ഭാര്യയോട് ഇങ്ങനെ മറുപടി പറയുന്നു.
നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഭാര്യ നമ്മളോട് കയർത്ത് സംസാരിച്ചാൽ നമ്മുടെ കൈ വെറുതെ നിൽക്കുമോ? ചിന്തിച്ചു നോക്കും നിങ്ങള്. കുടുംബ പ്രശ്നം നമ്മൾ മൈൻഡ് വെക്കുമോ? നോക്കി നിൽക്കുന്നു നമ്മുടെ കുഞ്ഞുമക്കളാ, മക്കളെ നമ്മൾ മൈൻഡ് വെക്കുമോ? സദസ്സും സന്ദർഭവും നോക്കാതെ ഉമ്മയുടെ മുമ്പിൽ വെച്ച്, ഉപ്പയുടെ മുമ്പിൽ വെച്ച്, മക്കളെ മുമ്പിൽ വെച്ച് ഭാര്യമാരെ പെരുമാറിയവരില്ലയോ? സുൽത്താനുൽ ആരിഫീന്റെ, മഹാനായ സുൽത്താനുൽ ആരിഫീന്റെ അനന്തരാവകാശികളാണ്, പിൻഗാമികളാണെന്ന് പറയാൻ യോഗ്യതയില്ല. ഭാര്യ വല്ലാതെ ദേഷ്യപ്പെടുന്നു. എല്ലാം ക്ഷമയോടെ കേട്ടുപോയി സുൽത്താനുൽ ആരിഫീൻ. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം പുറത്തിറങ്ങുകയാണ്. പുറത്തിരിക്കുന്ന മുരീദന്മാർക്ക് വലിയ വിഷമമായി പോയി, ശിഷ്യന്മാർക്ക് വിഷമമായി പോയി. അവർ ചോദിക്കുന്നു, തങ്ങളെ എന്തേ തിരിച്ച് മറുപടി പറയാത്തു? നല്ല മറുപടി അങ്ങ് കൊടുത്താ നാവം ഒതുങ്ങൂലേ? എന്താ മറുപടി പറഞ്ഞെന്നറിയോ നിങ്ങൾ? ശിഷ്യന്മാരെ, മുരീദന്മാരെ, എന്റെ പ്രിയപ്പെട്ടവൾ, അവൾക്ക് കടമയില്ലാത്ത പല സംഗതികളും ഇസ്ലാം നിർബന്ധമായി അവളോട് കൽപ്പിച്ചിട്ടില്ല. എന്നിട്ടും അവൾ എനിക്ക് പല സംഗതികളും അവളുടെ വകയായി ചെയ്തു തരുന്നു. അങ്ങനെ തന്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ എങ്ങനെയാ ദേഷ്യപ്പെടുക? സുബ്ഹാന ജല്ല ജലാലു. എന്റെ വീട് അവൾ അടിച്ചു വൃത്തിയാക്കുന്നുണ്ട്, എന്റെ വീട് അവൾ തുടച്ചു വൃത്തിയാക്കുന്നുണ്ട്, എന്റെ ഡ്രസ് അലക്കി തരുന്നുണ്ട്. എന്ന് മാത്രമല്ല, എല്ലാ സൗകര്യങ്ങളും എനിക്ക് വീട്ടിൽ ഒരുക്കി തരുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാം നിർബന്ധമായി കൽപ്പിക്കാത്ത പല പല കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് ചെയ്തു തരുന്നു. പിന്നെ എങ്ങനെയാ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടുക? ഒന്നാലോചിച്ചു നോക്കൂ. അങ്ങനത്തെ ഒരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ ഇത്രയും കാലമായി വന്നിട്ടുണ്ടോ? അലക്കല് അത് പെണ്ണിന്റെ ബാധ്യതയാണ്, നമ്മൾ അങ്ങ് ഉറപ്പിച്ചു വെച്ചു. നമ്മൾ വരുമ്പോഴേക്കും ചായയും കടിയും ഉണ്ടാക്കിക്കോളണം, നമ്മൾ ചെല്ലുമ്പോഴേക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കോളണം, നമ്മളെ ആവശ്യമുള്ളത് അതായത് സമയം തന്നോളണം. അതല്ലെങ്കിൽ തെറിയാണ്, അതല്ലെങ്കിൽ ദേഷ്യപ്പെടലാണ്, അതല്ലെങ്കിൽ അടിയാ. സുബ്ഹാനല്ലാഹ്. കാലങ്ങളായിട്ട് സ്വന്തം ഭാര്യയോട് മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കാത്ത മനുഷ്യരെത്രയുണ്ട്? ഇനി ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നു, സുൽത്താനുൽ ആരിഫീൻ ഭാര്യയുടെ ശകാരം ഒരുപാട് സമയം കേട്ട് സന്തോഷത്തോടെ മുഖത്തൊരു ഭാവമാറ്റം പോലും ഇല്ലാതെ പുറത്തിറങ്ങിയിട്ട് സ്വന്തം ശിഷ്യന്മാരോടാ പറയുന്നത്, മക്കളെ തിരിച്ചു പറയാൻ ആവില്ലാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടല്ല, അവൾക്ക് നിർബന്ധമില്ലാത്ത പല സംഗതികളും എനിക്ക് വേണ്ടി ഒരുക്കി തരുന്നു, തയ്യാറാക്കി തരുന്നു. അവളോട് ഞാൻ തിരിച്ചു പറയുന്നത് ശരിയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്നലത്തെ ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഇന്ന് ഇശാ നിസ്കാരമായി 24 മണിക്കൂർ കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ ഭക്ഷണം വേണം, വെള്ളം വേണം, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സംഗതിയല്ലാതെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഭാര്യയുടെ അരിയിലിരുന്നിട്ട് ഒന്ന് സന്തോഷത്തോടെ വർത്തമാനം പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? ആലോചിച്ചു നോക്കൂ നിങ്ങള്. മഹാന്മാരെ അനുസ്മരിച്ചാൽ മാത്രം പോരാ, നമ്മള് മഹത്തുക്കളെ അനുസ്മരിക്കുമ്പോ ആ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഓരോ സംഗതികളും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. എന്നിട്ട് അവർ ഉയരങ്ങളും എത്തിപ്പിടിച്ചത് ഇങ്ങനെയാണല്ലേ എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. സ്വർഗത്തിന്റെ മഹാത്മ്യം എടുത്തു പറയുന്നിടത്ത് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് പറയും നിങ്ങള്? സ്വർഗത്തിലെ ഭാര്യ ഭർത്താക്കന്മാരായ ആളുകൾ മുഖാമുഖം നോക്കിയിരുന്ന് സംസാരിക്കുമെന്ന്. ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കുന്നത് സ്വർഗത്തിന്റെ സന്തോഷങ്ങളിലൊന്നാ.
ആലോചിച്ചു നോക്കൂ മുഅ്മിനേ, കാലം എത്രയായി സ്വന്തം ഭാര്യയോടൊരു തമാശ പറഞ്ഞിട്ട്? കാലങ്ങൾ എത്രയായി അവളെ കൂടെ ഇരുന്ന് അരമണിക്കൂർ സംസാരിക്കാൻ ഞാനും നിങ്ങളും മനസ്സ് കാണിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര് ചിന്തിക്കണം. ഭർത്താവ് അങ്ങാടിയിൽ നിന്ന് വരുന്നു, ആവശ്യമായ കൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ട്, മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, എപ്പോഴും അടുക്കള തന്നെ അലക്കലും തിരുമ്പലുമായി ഫുൾ സമയം ഇത് തന്നെ. ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഒരു സന്തോഷമുള്ള വർത്തമാനം പറയാൻ ഇവൾക്ക് സമയമില്ല. എവിടെയാണ്? ഞാനിവിടെ കക്കൂസരക്കാണ്, എവിടെയാണ് ഞാൻ ഇവിടെ അലക്കാണ്, എവിടെ ഭക്ഷണം ഉണ്ടാക്കാണ്. എപ്പോ നോക്കിയാലും എന്ത് തന്നെയാ, എന്തെങ്കിലും വർക്ക് തന്നെ. കുറച്ച് സമയം ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കാൻ നമുക്ക് സമയം കണ്ടെത്താറുണ്ടോ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. മഹാന്മാരായ സുൽത്താനുൽ ആരിഫീനെ പോലെയുള്ള മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോ വെറുതെ പറഞ്ഞു പോയി കേട്ടുപോയിട്ട് കാര്യമില്ല. എത്രയോ സമയം തന്റെ ഭാര്യ വളരെ മോശമായി മഹാനവരുകളെ ചീത്ത വിളിച്ചു. എന്തേ തങ്ങളെ തിരിച്ചു മറുപടി പറഞ്ഞുകൂടായിരുന്നോ? മക്കളെ, പറയാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്ക് വേണ്ടി രാവും പകലും നിർബന്ധമില്ലാതെ പല സംഗതികളും എന്റെ പ്രിയപ്പെട്ടവൾ ചെയ്തു തരുന്നു. അവളെ ഞാനെങ്ങനെ ചീത്ത പറയാനാ? അവളെ ഞാനെങ്ങനെ വഴക്ക് പറയാനാ? ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം, ഈ ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് ഇവിടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ സുൽത്താനുൽ ആരിഫീൻ ഭാര്യയോട് കാണിച്ചതുപോലെയുള്ളൊരു ക്ഷമ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് കാണിക്കാൻ തയ്യാറാവണം. അപ്പോഴാ മഹാന്മാരെ അനുസ്മരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. സ്വന്തം കുടുംബത്തിലെ സാന്ത്വന വിഷയം ഞാൻ പറഞ്ഞത്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അയൽപക്കത്തും കുടുംബത്തിലും നാട്ടിലുള്ള കണ്ണു കാണാത്ത ആളുകളെ, രോഗികളായ ആളുകളെ, അവശരായ ആളുകളെ, നിർദ്ധരായ ആളുകളെ അവർക്ക് സാന്ത്വനമേകാനാ അവിടുന്ന് മഹാനവറുകൾ പ്രഭാതം കഴിഞ്ഞാൽ ഇറങ്ങുന്നത്. ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ പ്രഭാഷണമാണ്. മണിക്കൂർ കണക്കിന് നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രഭാഷണം ളുഹറിന് പള്ളിയിൽ നടക്കാനുണ്ട്. അതിന്റെ മുമ്പ് തന്നെ കൊണ്ട് കഴിയുന്ന സാന്ത്വനങ്ങൾ. മലയിൽ കയറുന്നു, മരം മുറിക്കുന്നു, വിറക് തലയിൽ ചുമന്ന് കൊണ്ടുപോയി വിധവയായ പെണ്ണിന്റെ വീട്ടുമുറ്റത്തിട്ട് പറയാം, മോളെ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന കാശില്ല, അതുകൊണ്ട് സാധനമൊക്കെ വാങ്ങിയില്ലേ, ഈ വിറക് കൊണ്ട് നീ ഭക്ഷണം ഉണ്ടാക്കിക്കോ, ഇത് നിനക്ക് കൊണ്ടുവന്നതാണ്. തീർന്നില്ല സഹോദരന്മാരെ. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് ഒരാള് പറയാണ്, മഹാനരെ, കുഷ്ഠരോഗം പിടിച്ച ഒരാള് നാട്ടിലുണ്ട്. കുഷ്ഠരോഗം പിടിച്ച ഒരാള് നാട്ടിലുണ്ട് തങ്ങളെ. കുറച്ചു കാലൊക്കെ വീട്ടുകാര് നോക്കിയിരുന്നപ്പോ നോക്കാൻ റെഡിയല്ല. പടച്ചറബ് നമ്മളെ രോഗികളായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. പടച്ചവനെ, വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ബാധ്യതയാകുന്ന വിധത്തിൽ കിടക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല മന്നാനേ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് ഒരാൾ പറയാ, തങ്ങളെ, അതാ ഒരു രോഗിയായ മനുഷ്യന്, കുഷ്ഠരോഗം പിടിച്ചൊരു മനുഷ്യനുണ്ട്. കുടുംബങ്ങളും വീട്ടുകാര് നാട്ടുകാരെല്ലാം കഴിയൊഴിഞ്ഞു പോയി, ഒരാളും അവിടെ തരികിൽ ചെല്ലുന്നില്ല. വല്ലാത്ത വിഷമത്തിലാ. സുൽത്താനുൽ ആരിഫീൻ ഉടനെ തന്നെ താൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി നിർത്തിവെച്ച് ആ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. പോകുന്ന സമയത്ത് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു, നിങ്ങൾ കുറച്ച് ആളുകൾ എന്റെ കൂടെ വരുമോ, നമുക്കവിടെ വേണ്ട സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താമെന്ന് പറഞ്ഞ് വിളിക്കാമായിരുന്നു. പക്ഷേ ഒരാളെയും വിളിക്കുന്നില്ല. സ്വന്തമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്ന അവസ്ഥ എന്താ അറിയോ നിങ്ങള്? ഉടുതുണിയിൽ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ട് ചീഞ്ഞു നാറിക്കിടക്കുന്ന വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയാ കാണുന്നത്. എത്രയോ ദിവസമായി അദ്ദേഹത്തെ ഒന്ന് പരിചരിച്ചിട്ടെന്ന് മനസ്സിലാവുകയാണ്. സുൽത്താനുൽ ആരിഫീൻ സ്വന്തം കൈകൾ കൊണ്ട് ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള അഷണ്ടകൾ നീക്കുന്നു.
കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രം എടുത്തു കൊടുക്കുകയാണ്. മാത്രമല്ല അശണ്ടയായ നജസായ മലിനമായ വസ്ത്രം അലക്കി വൃത്തിയാക്കുകയാണ്. എന്നിട്ട് അത് ഉണങ്ങാനിടുന്നു, വീടടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ ആരാണ് ഈ ചെയ്തു കൊടുക്കുന്നത്? നാട്ടിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, അതല്ലെങ്കിൽ ഏതോ വാടകയ്ക്ക് വിളിച്ച തൊഴിലാളിയായ മനുഷ്യനല്ല, മറിച്ച് ആരാണ്? 1,00,000 ആളുകൾ ഒരൊറ്റ സദസ്സിൽ തന്നെ പ്രഭാഷണത്തിന് വന്നിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് കബീർ റിഫായി, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. മഹാനായ സുൽത്താനുൽ ആരിഫീനാണ്. ആ കുഷ്ഠരോഗിയായ മനുഷ്യനെ കേകി വൃത്തിയാക്കുന്നത്, അയാളെ വസ്ത്രം കേകി വൃത്തിയാക്കുന്നത്, അയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നത്. മറ്റൊരു രോഗിയുടെ അരികിൽ ചെല്ലുകയാ, അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന്റെ ശേഷം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഭക്ഷണം ഇങ്ങനെ കഴിച്ചതിന്റെ ശേഷം സുൽത്താനുൽ ആരിഫീൻ ആ മനുഷ്യനോട് പറഞ്ഞു അത്രേ, ഓ മനുഷ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? തന്റെ മുമ്പിലിരിക്കുന്ന ഔലിയാക്കളുടെ നേതാവായ രാജാവായ മഹാനായ സുൽത്താനുൽ ആരിഫീൻ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണെന്നറിയുന്ന ഈ രോഗിയായ മനുഷ്യൻ പറയാ, തങ്ങളെ ഇതുവരെ നിങ്ങൾ ചെയ്തത് തന്നെ എനിക്ക് വിഷമമാണ്. എന്റെ മലവും മൂത്രവും എന്റെ അഷണ്ടയായ ശരീരവും നിങ്ങളെ കൈകൊണ്ടാ വൃത്തിയാക്കിയത്. ഇത് തന്നെ എനിക്ക് സഹിക്കുന്ന കാര്യമല്ല. ഇനി അവിടത്തേക്ക് ഇത്രയും വലിയ ഉന്നതിയിലും ഉയരത്തിലും നിൽക്കുന്ന അങ്ങേക്ക് ഈ സാധുവായ ഞാൻ ദുആ ചെയ്യുകയോ? സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയാ, മോനെ അഹ്മദിനെ നോക്കുമ്പോ നീ എത്ര ഭാഗ്യവാനാണ്, നീ എത്രയോ ഭാഗ്യവാനാണ്. ഇത്രയും കഠിനമായൊരു രോഗം അല്ലാഹു നിനക്ക് തന്നുവല്ലോ. ഇതിൽ നീ ക്ഷമിക്കുമ്പോ നിനക്ക് എത്ര കൂലിയാണ്, എത്ര പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് ലഭിക്കുക. അഹ്മദിന് അല്ലാഹു ഇങ്ങനത്തെ കൂലി കിട്ടാനുള്ള രോഗം തന്നിട്ടില്ലല്ലോ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ രോഗമെന്നാ എന്താ ചിന്തിക്കുന്നത്? എത്രയാ ഹോസ്പിറ്റലുകളിൽ കാണിച്ചത്, എത്രയാ കാശ് ഞാൻ ചെലവാക്കിയത്, എത്ര വൈദ്യന്മാരെടുത്താ ഞാൻ പോയത്, ഒരു കുറവില്ലല്ലോ എന്ന് പറഞ്ഞ് ആ രോഗത്തിന്റെ വേവലാതിയും ബേജാറ് സകലമാന മനുഷ്യരെയും ഞാനും നിങ്ങളും പൊറുതികേടറിയിക്കുകയല്ലേ. എന്നാൽ സുൽത്താനുൽ ആരിഫീൻ പറയാ, മനുഷ്യ നിങ്ങൾ ഭാഗ്യവാനാണ്. ഇത്രയും വലിയൊരു രോഗം രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നല്ലോ. ഈ രോഗം നിങ്ങൾ ക്ഷമിക്കുന്ന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരുമല്ലോ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുമ്പോൾ ഈ വിഷയം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവട്ടെ. വാപ്പ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ട് വീടിന്റെ അകത്തളത്തിൽ കട്ടിലിൽ കിടക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ വാപ്പമാര് പലരും രോഗികളായി നമ്മളെ വീട്ടിൽ കിടന്നപ്പോ ആ വാപ്പയൊന്നെടുത്ത് കഴുകാനും വൃത്തിയാക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചിരുന്നോ? അത് ഭാര്യക്കല്ലേ നമ്മൾ ഡ്യൂട്ടി കൊടുത്തത്? അത് മറ്റുള്ളവർക്കല്ലേ നമ്മൾ ഡ്യൂട്ടി കൊടുത്തത്? കൽപ്പിക്കുന്ന ജോലിയായിരുന്നില്ലേ എനിക്ക് നിങ്ങൾക്ക്? സഹോദരി, നിന്റെ ഉപ്പ രോഗിയായി വീട്ടിൽ കിടക്കുന്നു എന്നറിയുമ്പോ പല കാരണങ്ങളും പറഞ്ഞിട്ട് നീ ആ വീട്ടിലേക്ക് നിർത്തി നോക്കിയിട്ട് കാലങ്ങൾ എത്രയാ? സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയമുള്ള ഉമ്മമാരോട്, സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ആരാന്റെ ഉപ്പാനെ പോയിട്ടാണ് മഹാനവറുകൾ പരിചരിക്കുന്നത്? ഒരു പരിചയവുമില്ലാത്ത ആളെ വീട്ടിൽ ചെന്നിട്ടാണ് അയാൾ ആ ഷണ്ട വൃത്തിയാക്കി കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നത്, വൃത്തിയാക്കുന്നത്. സ്വന്തം അമ്മാനെയും ഉപ്പാനെയും സ്വന്തം അമ്മായിമ്മനെയും അമ്മോശനെയും ഒന്ന് വൃത്തിയാക്കാനൊന്ന് കുളിപ്പിക്കാൻ, അവർക്കൊന്ന് സാന്ത്വനമേകാൻ നമുക്ക് സമയമില്ലല്ലോ.
എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരോട്, വിവാഹം കഴിഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കുന്നു, മഹാനായ സുൽത്താനുൽ ആരിഫീൻ സാധുക്കളായ ആളുകളെ കൈപിടിച്ചവരുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്നിട്ട്, മക്കളെ നിങ്ങളെ വാപ്പയല്ലേ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്ലാസ് എടുക്കുന്നത് ആരാന്റെ ഉപ്പയ്ക്ക് വേണ്ടിയാ, ആരാന് വേണ്ടിയാ ക്ലാസ് എടുക്കുന്നതെങ്കിൽ സ്വന്തം ഉപ്പയും ഉമ്മയും രോഗിയായി കിടക്കുമ്പോ ഒന്ന് സാന്ത്വനമേകാൻ, ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മളെ മക്കള് പരസ്പരം തർക്കിക്കാറില്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങള്. സ്വന്തം വാപ്പ അങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോ, ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോ, ഞാൻ നിർത്താൻ, നമ്മളെ ഉമ്മമാര് ഉപ്പമാര് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത്, കഴിഞ്ഞ ആഴ്ച ഞാനല്ലേ കൊണ്ടുപോയത്, കഴിഞ്ഞ മാസം ഞാനല്ലേ കൊണ്ടുപോയത്, ഇതൊന്ന് കൊണ്ടുപോയി നോക്കി, എല്ലാവർക്കും പറ്റുമല്ലോ, ഇത് പെറ്റൊറ്റക്കല്ലല്ലോ വാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വാപ്പനെ കൊണ്ടുപോകാൻ തർക്കത്തിലാണ്. അമ്മായിമ്മൻ അമ്മോശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന മരുമകള് പറയാ, ഫോൺ വിളിച്ചിട്ട് ചേട്ടത്തി വിളിക്കുമ്പോ പറയാ, കഴിഞ്ഞ ആഴ്ചയും മേലാഴ്ചയൊക്കെ ഞാൻ തന്നെ എണ്ണി കൊണ്ടുപോയത്, കുറെ പെൺകുട്ടികൾ ഉണ്ടെന്നുള്ളൂ, എന്തിനാ അതിനൊക്കെ മക്കളെ കൊടുത്ത് പഠിച്ചോന്നറിയില്ല. വരാത്ത പെൺകുട്ടികളെ ആക്ഷേപിക്കുന്നു, മക്കളെ ആക്ഷേപിക്കുന്നു. ഇവൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ അവൾ ക്ഷമയോടുകൂടെ ആ വിഷയം ചെയ്യേണ്ടിയിരുന്നില്ലേ? അവര് വരുന്നതും വരാത്തതും അവരുടെ വിഷയം, അവരും റബ്ബുമായിക്കോളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന വിഷയങ്ങൾ ആത്മാർത്ഥമായി ചെയ്യണം. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അന്യരുടെ വീട്ടിൽ പോയിട്ടാണ് ഈ വിഷയം ചെയ്യുന്നത്. ഒരു വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ആളുകൾ പറയുന്നു, മഹാനരെ ഇവിടെ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല, ഈ സാധു ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ദിവസങ്ങൾ നിന്നിട്ട് ആ മനുഷ്യൻ സ്വന്തം വിഷയങ്ങൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പ്രാപ്തനാകും വരെ ആ വീട്ടിൽ താമസിച്ച് സാന്ത്വന പ്രവർത്തനം നടത്തി. നമ്മളെവിടെ കിടക്കുന്നു ചിന്തിച്ച് നോക്കൂ നിങ്ങള്. എവിടെ കിടക്കുന്നു നമ്മൾ? ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. സുൽത്താനുൽ ആരിഫീന്റെ ജീവിത വിഷയങ്ങൾ മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മളൊരു വസ്തുവുമായിരുന്നില്ല ദുന്യാവിലെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടും. മാതാവിന്റെ, പിതാവിന്റെ, ഭാര്യയുടെ, ഭർത്താവിന്റെ ഇവരൊക്കെ പരിചരിക്കുന്നിടത്ത് നമ്മൾ വട്ടപൂജ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളിങ്ങനെ തുണിയും കുപ്പായിട്ട് പവറിലും പത്രാസിലും ഇങ്ങനെ നടക്കുമ്പോൾ ആനനെ കറക്കാണ്ട് എന്നുള്ള നിലപാടിൽ നമ്മളിങ്ങനെ നടക്കുകയാണ്. വെറും ശൂന്യമാ നമ്മള്. ഏതോ വീട്ടിൽ കിടക്കുന്ന ഒരാളെ വീട്ടിൽ ചെന്നിട്ടാ ദിവസങ്ങൾ നിന്നിട്ട് ആ സാധുവിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് അയാളെ തലമുടി ഇങ്ങനെ ചീകി കൊടുക്കുമ്പോ സുൽത്താൻ ആരിഫീൻ പറയാ, എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കോ? മഹാനരെ ഞാൻ ദ്വാരക്കേ, നിങ്ങൾ ആരാണ്? ആയിരക്കണക്കിന് മുരീദന്മാരുള്ള ശിഷ്യന്മാരുള്ള മഹാനരല്ലയോ? അവിടത്തേക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയോ? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയാ, മോനെ ഇത്ര വലിയ രോഗം റബ്ബ് നിനക്ക് തന്നല്ലോ, ഇതിന് നീ ക്ഷമിക്കുന്നതിന് എത്ര വലിയ കൂലിയാ കിട്ടുന്നത്. അഹ്മദിന് ഇങ്ങനത്തെ രോഗമില്ലല്ലോ, ഇത്രയും വലിയ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ അവസരമില്ലല്ലോ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മുമ്പിലിരുന്ന് കണ്ണീര് പൊഴിച്ചുകൊണ്ട് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ആ രോഗിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ചുരുക്കട്ടെ, ഈമാനുള്ള ഞാനും നിങ്ങളോ, യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതി കാണേണ്ട ഞാനും നിങ്ങളോ, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾ അനുസ്മരിക്കുമ്പോ വെറുതെ കേട്ടു പോകാതെ നിത്യജീവിതം ഒന്ന് വിലയിരുത്തുക. സുബ്ഹാനല്ലാഹ്. നാട്ടിലെ വിധവകളായ പെണ്ണുങ്ങൾക്ക് ആ മഹാനവറുകൾ മലയുടെ മുകളിൽ കയറിയിട്ട് മരം മുറിച്ചിട്ട് അവിടെ നിന്ന് വിറക് തലയിൽ ചുമടായി ചുമന്നുകൊണ്ട് കൊണ്ടുകൊടുത്തതെങ്കിൽ, അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കൊടുത്തതെങ്കിൽ, പഠിച്ചവനെ എന്റെ പെങ്ങള് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് കാലങ്ങളായല്ലോ, അവള് ജോലിക്ക് പോകുന്നുവല്ലോ, ഇരുനില വീടും എടുത്തിട്ട് ആ വീടിന്റെ ഉള്ളിൽ എസിയും വെച്ചിട്ട് നല്ല ഒന്നാന്തരം വാഹനവും ഉണ്ടാക്കിയിട്ട് അടിപൊളിയായി ഞാനും എന്റെ മക്കളും ഭാര്യയും ജീവിക്കുമ്പോ എന്റെ പെങ്ങളെ മനസ്സ് വിങ്ങുന്നുണ്ടല്ലോ, എന്റെ ജേട്ടന് വേദനയുണ്ടല്ലോ,
ഞാനിങ്ങനെ സുഖസുന്ദരമായി ജീവിക്കുമ്പോ എന്റെ അയൽവക്കത്തുള്ള മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ ഡയാലിസിസ് രോഗിയാണ്, അതല്ലെങ്കിൽ നിത്യ ജീവിതത്തിൽ എപ്പോഴും ഗുളികയും മരുന്നും കുടിക്കുന്ന മനുഷ്യനാ. എത്രയോ കാശയാണ് ജീവിതത്തിലെ ആൾക്ക് മരുന്നിനും ഗുളികയ്ക്കും വേണോ. ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോ ഇതിന്നല്ലെങ്കിൽ നാളെ എനിക്കും വെന്നുകൂടായില്ലല്ലോ. പഠിച്ചവനെ, റബ്ബെനിക്ക് തന്ന ഈ ഒരു വിഷയത്തിന് നന്ദിയായിക്കൊണ്ട് എന്റെ അയൽവാസിക്ക് ഞാനൊന്ന് സാന്ത്വനമാവട്ടെ. കിട്ടുന്നതിലൊരു സമ്പാദ്യം അയൽവാസിയുടെ വീട്ടിലേക്ക് കഴിയുന്നത് പോലെ ഒന്ന് കൊടുക്കാൻ സാന്ത്വന പ്രവർത്തനങ്ങളുടെ പേരിൽ, മതസംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ പിരിവ് നടക്കുമ്പോ കൊടുത്തതിന്റെ എണ്ണവും വണ്ണവും വിളിച്ചു പറയാതെ ഇതെനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ളൊരു മനസ്സ് നടുറോട്ടിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? പൂനൂരാവട്ടെ, കോഴിക്കോടാവട്ടെ, മറ്റേതങ്ങാടിയിൽ ചെന്നാലോ റോഡിന്റെ രണ്ട് സൈഡുകളിൽ ചില ആളുകളുടെ ഫോട്ടോയും പിടിച്ച് ചെറുപ്പക്കാരിങ്ങനെ വണ്ടിയും തടഞ്ഞ് കൈ കാണിച്ചു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? മോനെ, വണ്ടിയിലൊന്നും കൊടുക്കാതെ ആ മനുഷ്യന്റെ ഫോട്ടോ എന്തിനാ അവിടെ വെച്ചത്? അയാളെ കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ട്, 50 ലക്ഷം വേണം ഓപ്പറേഷൻ ചെയ്യാൻ. അതുപോലെ ലിവറിന് പ്രശ്നം വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ വലിയ എമൗണ്ട് വേണം. ഇതിനാണ് പിരിവ് നടത്തുന്നത്. വല്ലതും തരണേ എന്ന് പറഞ്ഞ അയൽവാസികളും കുടുംബക്കാരും നാട്ടിലെ കമ്മിറ്റിക്കാരും നടുറോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ബക്കറ്റും കാണിച്ച് നമ്മുടെ വണ്ടിയുടെ മുമ്പിലേക്ക് വരുമ്പോ നമുക്ക് ദേഷ്യം വരച്ചു പോയി. ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇടത് സൈഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പിറകിലിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള സഹയാത്രികനോട് ആക്ഷേപിച്ച് സംസാരിച്ചില്ലേ? എവിടെ പോയാലും പിരിവാണ്, എല്ലായിടത്തും പിരിവാണ്, വല്ലാത്തൊരു പിരിവാണെന്ന് പറഞ്ഞ് ഒരു 10 രൂപ കൊടുക്കാത്ത നീ ആക്ഷേപിച്ചിട്ടില്ലേ? മുതഅല്ലിമീങ്ങൾ വാങ്ങിന് വരുമ്പോ മോനെ, നിന്റെ കയ്യിൽ എത്രയോ കാശുണ്ടായിട്ടു ആ മുസല്ലയും ചാടി കടന്നു നിന്റെ വീട്ടിലേക്ക് നീ പോയിട്ടില്ലേ? നാട്ടിലെ പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഏതോ ഒരാൾ വന്ന് കത്ത് തന്നത് കമ്മിറ്റി പറയാൻ പറഞ്ഞ് ഇവിടെ ഇരുന്ന ഇമാമ് വിളിച്ചു പറയാ, ഒരു കല്യാണത്തിന്റെ പിരിവുണ്ട്, സഹായിച്ചു പോകണം, പുറത്ത് മുസല്ല വിരിച്ചിട്ടുണ്ട്, സഹായിച്ചു പോകണമെന്ന് പറയുമ്പോ നിന്റെ കീശയിൽ 500 അതിന്റെ അപ്പുറവുമായി ചെറുതും വലുതുമായ എത്രയോ കാശുകൾ കീശയിലുണ്ട്. മുസല്ലയും ചാടിക്കടന്ന് മറ്റുള്ളവരുടെ 10ന്റെ നോട്ടിലേക്ക് നോക്കിയിട്ട് ഇറങ്ങിപ്പോയില്ലടാ. എന്തേ? നിന്റെ കിഡ്നിക്ക് എന്താ ഗ്യാരണ്ടി ഉണ്ടോ? നിന്റെ ലിവറിന് എന്താ ഗ്യാരണ്ടി ഉണ്ടോ? നിന്റെ ആയുസിന് എന്താ ഗ്യാരണ്ടി ഉണ്ടോ? നിന്റെ വാഹനം എന്താ ഇടിക്കില്ല എന്നുണ്ടോ? നിനക്കെന്താ ക്യാൻസർ വരില്ല എന്നുണ്ടോ? നിനക്കെന്താ നാട്ടുകാരി ഇറങ്ങി പിരിക്കേണ്ടി വരില്ല എന്നുണ്ടോ? നിനക്ക് അല്ലാഹു സുഖിച്ച് രസിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള ആയുരാരോഗ്യം ദുനിയാവിൽ തരുമ്പോ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നടത്തിയ സാന്ത്വന പ്രവർത്തനങ്ങൾ ആലോചിച്ചോ? എന്നിട്ട് കഴിയുന്നത് പോലെ സഹായിച്ചോ? പഠിച്ചവരെ, എന്റെ കിഡ്നിക്ക് തകരാറില്ലല്ലോ, എന്റെ ലിവറിന് തകരാറില്ലല്ലോ, എന്റെ കാല് മുറിഞ്ഞിട്ടില്ലല്ലോ, എന്റെ ചലക്ക് ചതവ് പറ്റിയിട്ടില്ലല്ലോ, ഒരാളും എനിക്ക് വേണ്ടി പിരിവെടുക്കേണ്ട ഗതികേട് വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ എന്നെ സംരക്ഷിച്ച അല്ലാഹ്, എനിക്ക് നീ തന്ന നിഅമത്താകുന്ന ഈ സമ്പത്ത് ഇങ്ങനെ കൊടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് സന്തോഷത്തോടെ നിഅമത്തായി ആലോചിക്കുന്നതിന് പകരം മോനെ, ചാടിക്കടന്നു പോയി ആക്ഷേപങ്ങൾ പുറത്ത് പറയണേണ്ട. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പോലെ മഹത്തുക്കളായ ആളുകൾ കാണിച്ചു തന്ന പാതയായത്, സുൽത്താനുൽ ആരിഫീനെ പോലെ മഹാനായ ജിലാനി തങ്ങളെ പോലെയുള്ള ആളുകൾ എനിക്കും നിങ്ങളും കാണിച്ചു തന്ന ഈ മാതൃക ജീവിതത്തിൽ വെറുതെയാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാര് കാണിച്ചു തന്ന പാതയനുസരിച്ച് ജീവിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട നമ്മുടെ ജേഷ്ഠാനുജന്മാര്, പെങ്ങന്മാര്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, അയൽപക്കത്തുള്ള ആളുകൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സാന്ത്വനമാകാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.